അതെടുത്തിട്ടുണ്ട്. എന്നാലും പേര് നമസ്കാരം, എൻ്റെ പേര് ജേക്കബ് കുടശനാട്. ഞാൻ ഹ്യൂസ്റ്റണിലായിട്ട് 40 വർഷമായി. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ അമേരിക്ക റീജിയൻ്റെ ചെയർമാനാണ്. നമ്മളിത് തുടങ്ങിയപ്പോൾ തൊട്ട് ഹ്യൂസ്റ്റണിലെ മെമ്പറാണ്. നമ്മൾ തുടങ്ങിയത് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയാണ്. എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ നമുക്കിതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പുതിയ കഴിഞ്ഞ വർഷം തൊട്ട് കുറച്ച് ചാരിറ്റി വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് പോകുന്നു. നിങ്ങളെ ഇവിടെ രണ്ട് വാക്ക് പറയാൻ അവസരം തന്നതിനും നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സാറിന് നാട് എവിടെയാണ്? കുടശനാട്. അതെവിടെയാണ്? പന്തളത്തിന് 3 കിലോമീറ്റർ. പന്തളത്തിന് MC റോഡിൽ തന്നെ. MC റോഡിൽ നിന്ന് കുറച്ചിട്ട് 3 കിലോമീറ്റർ അപ്പുറത്ത്. അതേത് റൂട്ടാണ്? നൂറാണ്. കൊല്ലം. ഓക്കെ മെഡിക്കൽ മിഷൻ്റെ ഓക്കെ ഞങ്ങൾ കോട്ടയം സൈഡാണ്. ഓക്കെ പഠിച്ചതൊക്കെ? പഠിച്ചത് ഞാൻ കുടശനാട് ഹൈസ്കൂളിൽ NSSൻ്റെ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു 2 വർഷം. അതിന് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പന്തളത്ത് ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 85 ഞാനിവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പം ഒരു ജോലിയും വേലയും ഇല്ലാത്ത സമയം ഇവിടെ ഡിപ്രഷൻ ടൈമായിരുന്നു. അപ്പോൾ പിന്നെ ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു സ്കൂൾ. ഞാൻ അക്കൗണ്ടിങ് BCom MCom ഒക്കെ എടുത്തിട്ട് വന്നതാണ്. MCom തുടങ്ങിയപ്പോഴാണ് വന്നത്. ഇവിടെ ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു ഗെറ്റ് മൈ ഡിഗ്രി ഇൻ മെഡിക്കൽ റെസ്പിറേറ്ററി തെറപ്പി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് MD ആൻഡേഴ്സണിൽ 24 വർഷം അവിടെ ചെയ്തു. ബാക്കി കുറച്ച് സ്ഥലങ്ങളും ചെയ്തു. പിന്നെ പിള്ളേരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് എടുത്ത് സുഖഗ്രഹമാരണം. വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് ഷേർലി. 3 മക്കൾ. മൂത്ത മോള് സാറ. അവള് കല്യാണം കഴിച്ചിരിക്കുന്നത് ജേക്കബ് കരിയാമ്പള്ളി. പിന്നെ ഒരു മോളുണ്ട് അമീലിയ. രണ്ടാമത്തെ മോള് റേച്ചൽ. അവൾ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവൾ CPA എടുത്തു കഴിഞ്ഞു. മരുമോന് അവിടെ ഡോക്ടറാണ്. ഇളയ മോള് ഇപ്പം 3ാം വർഷ ഡിഗ്രിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ പഠിക്കുന്നത്. വൈഫ് എവിടെ ജോലി ചെയ്തിരുന്നത്? വൈഫ് ABB എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. കെമിക്കൽ എഞ്ചിനീയർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അത് ലെയർ ഓഫ് ആയി കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ ഫിസിക്സ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷീ ഓൾസോ വർക്ക് ഇൻ MD ആൻഡേഴ്സൺ. പക്ഷേ വീട്ടിൽ ഇരുന്ന ജോലി ചെയ്തു. കുഴപ്പമില്ല. ബേസിക്കലി കെമിക്കൽ എഞ്ചിനീയറാണ്. കേരളത്തിൽ ഏത് എഞ്ചിനീയറിംഗ്? കേരളത്തിലല്ല. ഇവിടെ വളർന്നത് 2 വയസ്സുള്ള പോയിരുന്നു. ഇവിടെ അമേരിക്ക വന്നോ? 2 വയസ്സുള്ള 2 വയസ്സ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ നിന്നാണ്. ആക്ച്വലി UTയിലായിരുന്നു പഠിച്ചത്. പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഓക്കെ. നാട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ? നാട്ടിൽ ഒരു മൂത്ത ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെയൊക്കെ തന്നെ. ഓക്കെ. വൈഫിൻ്റെ കുടുംബവും. കുടശനാട്. താങ്ക് യു. സോറി. ഓക്കെ. സാറിനെ വേൾഡ് മലയാളിയെ സംബന്ധിച്ച് എവിടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്, പോയിട്ടുണ്ട്? ഞങ്ങൾ മിക്കവാറും ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞത് 2 വർഷം മുമ്പ് ഞങ്ങൾ പുതിയൊരു പ്രൊവിൻസ് തുടങ്ങിയായിരുന്നു. ഫ്ലോറിഡയിൽ തുടങ്ങിയത്. ഇപ്പം 2-3 പ്രൊവിൻസുകൾ എല്ലായിടത്തും ഞാൻ പോകേണ്ട കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ മിക്കവാറും എല്ലാം സൂമിലാണ് പോകുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെയും ഹ്യൂസ്റ്റണിലെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇപ്പം നാഷണൽ ബോർഡിലുണ്ട്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ മെയ് 3-ാം തീയതി ഞങ്ങൾ ഫിലാഡൽഫിയ പോക്കനൂസ് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ്. അവിടെ പോയായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി തിരിച്ചും യാത്ര ചെയ്യുന്നു. പരിചയപ്പെട്ട സന്തോഷം സാറേ. ടേക്ക് കെയർ. താങ്ക് യു സർ.